ഗംഗാവലി പുഴയിൽ നിന്ന് അർജുൻ്റെ ട്രക്ക് ഇന്ന് പുറത്തെത്തിക്കും. ഇന്നലെ പുറത്തെത്തിക്കുന്നതിനിടെ 2 തവണ ക്രെയിനിന്റെ വടം പൊട്ടിയിരുന്നു. പുതിയ ക്രെയിൻ എത്തിച്ചാവും ട്രക്ക് ഉയർത്തുക. അർജുൻ്റെ DNA പരിശോധനാ ഫലം 2 ദിവസത്തിനകം ലഭിക്കും. കാർവാർ കിംസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹത്തിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയക്കും. പരിശോധനാ ഫലം വന്നതിന് ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ. AK അഭിലാഷ് ഷിരൂരിൽ നിന്നും ദീപക് മലയമ്മ കാർവാറിൽ നിന്നും തത്സമയം മൂക്കൊപ്പം ചേരും. ആദ്യം AK അഭിലാഷിലേക്ക് പോകുന്നു. AK അഭിലാഷ്, കഴിഞ്ഞ 70-71 ദിവസങ്ങളായി നമ്മളിൽ ഒരുപാട് ദുരൂഹതകൾ ഉയർത്തിപ്പിടിച്ചൊഴുകിയ ഗംഗാവലി പുഴ ശാന്തമായി ഒഴുകുന്നുണ്ടാവും. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇനിയിപ്പോൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട ലൈവ് നൽകാൻ നമ്മൾ അവിടെ വേണ്ടതില്ല. അവിടുത്തെ കാഴ്ചകൾ മാത്രം ഒന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കൂ. ഇന്നിനി ട്രക്ക് കരയിലേക്ക് എപ്പോഴേക്കാണ് കയറ്റുക? നമ്മൾ സ്ഥിരമായി പറഞ്ഞ് മലയാളികളെല്ലാവർക്കും കോണ്ടാക്ട് പോയിന്റ് 1, കോണ്ടാക്ട് പോയിന്റ് 2, കോണ്ടാക്ട് പോയിന്റ് 3, 4 ഇതൊക്കെ കരയിൽ നിന്ന് എത്ര അകലെയാണ്, ലക്ഷ്മൺ ധാബയുടെ കട, ഇതൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും പഠിച്ചതാണ്. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് മടക്കയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ അവിടെ സംഭവിക്കുക? ഇന്നത്തെ പുഴയുടെ അവസ്ഥ കൂടി ഒന്ന് പ്രേക്ഷകരെ കാട്ടൂ. അഭിലാഷ്, മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇന്ന് പ്രധാനമായും 2 കാര്യങ്ങളാണ് നടക്കാനുള്ളത്. ഒന്ന്, അർജുൻ്റെ ട്രക്ക് കരയ്ക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, അർജുൻ്റെ ഈ ദേഹപരിശോധനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ DNA പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുക. ഇതിൽ ആദ്യത്തെ സംഭവിക്കാനുള്ളത് ഈ ട്രക്ക് കരയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ നടത്തിയ ഈ ശ്രമത്തിൽ 4 പ്രാവശ്യം ശ്രമം നടത്തി. അപ്പോൾ 2 പ്രാവശ്യവും വടം പൊട്ടിയതോടുകൂടിയാണ് ഈ ട്രക്ക് ഇന്നലെ പുറത്തെത്തിക്കാൻ കഴിയാതിരുന്നത്. നദിക്ക് പുറത്ത് ഏതായാലും എത്തിച്ചിട്ടുണ്ട്, പക്ഷേ മുകൾ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി ഈ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അത് പ്രധാനമായും വലിയ ക്രെയിൻ എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ ട്രക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ സാങ്കേതികമായിട്ടൊരു പ്രശ്നം ഇന്നലെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ട്. ഇന്നലെ ഇതിൻ്റെ ലോറി ഉടമ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം ഈ ഭാരത് ബെൻസ് ലോറി ഇതിൻ്റെ ഹൈഡ്രോളിക് ബ്രേക്ക് സംവിധാനം പ്രയോജനപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഈ നിർത്തിയിട്ടിരിക്കുക. അത് ഇപ്പോൾ ജാമായി കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജാമായിരിക്കുന്ന ആ ഭാഗം റിലീസ് ചെയ്യാതെ ഈ ട്രക്ക് മുകളിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ ലോറി ഉടമ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നീഷ്യനെ എത്തിക്കേണ്ട ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ടെക്നീഷ്യനെ എത്തിച്ച് ഇത് ഈ ബ്രേക്ക് സംവിധാനം റിലീസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അത് മുകളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ ഇന്ന് രാവിലെ മുതൽ നടക്കും. വലിയ ക്രെയിൻ സംവിധാനം ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാങ്കേതികമായുള്ള ചില കാര്യങ്ങളാണ്. കാരണം നാവികസേന കണ്ടെത്തിയ സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ, ഇത് രണ്ടും സമാനങ്ങളാണ് എന്നുള്ളതാണ്. അതായത് 1-2 കോണ്ടാക്ട് പോയിന്റ് 1-2, അതോടൊപ്പം തന്നെ നാവികസേന കണ്ടെത്തിയ ആ സ്പോട്ടുകൾ, ഇത് രണ്ടും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഉള്ളതാണ്. ഇതിൽ നാവികസേന കണ്ടെത്തിയ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവർ രേഖാചിത്രം തയ്യാറാക്കിയിരുന്നു. ആ രേഖാചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ നടത്തിയിരിക്കുകയും ഈ ട്രക്ക് കണ്ടെത്തുകയും ചെയ്തത്. അതിൽ പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് മണ്ണ് വലിയ രീതിയിൽ ഇവിടെ വന്നടിഞ്ഞിരുന്നു. ഇതോടുകൂടി കോണ്ടാക്ട് പോയിന്റ് 3-4 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടത്തുന്ന സമയത്ത് ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തു. അതോടുകൂടി തന്നെ മുകൾ ഭാഗത്തുള്ള മണ്ണ് താഴോട്ട് ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതോടുകൂടിയാണ് സ്കൂബ ഡൈവേഴ്സിന് ആ മേഖല കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ്. ലോറിയുടെ ഭാഗങ്ങൾ അപ്പോഴാണ് ദൃശ്യമാകുകയും അവിടെ കാണുകയൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഈ ലോറി തന്നെയാണ് സ്ഥിരീകരിക്കുകയും ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിവരം അറിയിക്കുകയും മൃതദേഹം പുറത്തെത്തിച്ചാൽ അത് എങ്ങനെ പുറത്തെത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇന്നലെ 3 മണിയോടുകൂടി ഈ ട്രക്ക് ഉയർത്താനുള്ള ശ്രമം ആരംഭിച്ചത്. ഏതാണ്ട് 1 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ട്രക്ക് ഉയർത്തുകയും അതോടൊപ്പം തന്നെ ഈ മൃതദേഹ ഭാഗങ്ങൾ മാറ്റുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ആശ്വാസകരമായ ചില കാര്യങ്ങൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ 72 ദിവസങ്ങളായി നമ്മൾ ഇവിടെയുണ്ട്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സാങ്കേതിക പരിമിതികൾ വലിയ പ്രശ്നമായിരുന്നപ്പോൾ പോലും നമ്മോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചന്ദ്രനിലുള്ള വെള്ളം കണ്ടെത്തിയ ഒരു രാജ്യത്തിന് ഈ നദിയിലെ പുഴയിലെ ഏതാണ്ട് ഒരു 100 മീറ്റർ സ്ഥലത്തുള്ള കുടുങ്ങിപ്പോയിരിക്കുന്ന ഒരു 12 മീറ്ററോളം നീളമുള്ള ഒരു ട്രക്കിനെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം അവർ പലപ്പോഴും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രക്ക് പുഴയിൽ വീണിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും അവർ പലരും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിനൊക്കെ ഉത്തരം ലഭിച്ചിരിക്കുന്നു. സാങ്കേതികമായ പരിമിതിയില്ല, പക്ഷേ ആ മേഖലയിലെ ഭൂമിശാസ്ത്രപരമായ ചില പരിമിതികൾ കൊണ്ടാണ് ഈ ട്രക്ക് കണ്ടെത്താൻ കഴിയാതിരുന്നു പോയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുക കൂടി വേണം. ഓക്കെ, അഭിലാഷ, ഇനിയിപ്പോൾ ഈ ലോറി പൂർണ്ണമായിട്ടും കരക്കെത്തിച്ചാൽ മറ്റെന്തെങ്കിലും ശരീരഭാഗങ്ങൾ ആ ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു തെരച്ചിൽ കൂടി നടത്തേണ്ടതുണ്ടോ?
അരുൺ, അക്കാര്യത്തിൽ ഇന്നലെ കൃത്യമായി പരിശോധന നടത്തി കഴിഞ്ഞു. ഈ ട്രക്ക് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഈ NDRF SDRFിൻ്റെ അംഗങ്ങളൊക്കെ ആ ട്രക്കിൻ്റെ ഉൾഭാഗത്ത് പോയി അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗങ്ങളുണ്ടോ അത് അടക്കം നീക്കം ചെയ്തതിന് ശേഷമാണ് ഈ ട്രക്ക് കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ഇന്നലെ ഈ കാർവാറിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ അവിടെ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു എന്നാണ് ജിതിൻ അഭിലാഷ്, ഞാനൊന്ന് ദീപക്കിലേക്ക് കൂടി പോയി വരാം.